ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വീട്ടമ്മ ക്രിയേഷൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ എല്ലാവരും ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ ഒരുവിധമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ? എന്നാലും കുറേ സ്ഥലത്തൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ എന്തായാലും എൻ്റെ ക്രിസ്മസൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ എൻ്റെ ക്രിസ്മസ് വിശേഷങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു കുട്ടി വ്ളോഗാണ്. ഇതാണ് എൻ്റെ വീട്ടിലെ പുൽക്കൂട്. അപ്പം ഞങ്ങൾ പാതിരാ കുർബാനയ്ക്ക് പോകാനുള്ള ഒരു വ്ളോഗാണ് ഞാൻ എടുക്കുന്നത്. കാരണം ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇതുവരെ പാതിരാ കുർബാനയ്ക്ക് പോയിട്ടില്ല, എൻ്റെ മക്കളും കൊണ്ടുപോയിട്ടില്ല. അപ്പോൾ ഇപ്രാവശ്യം പോകണമെന്ന് വല്ലാത്തൊരാഗ്രഹം തോന്നി. അപ്പോൾ അതുകൊണ്ട് പാതിരാ കുർബാനയ്ക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു കുട്ടി വ്ളോഗാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ വീട്ടിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. മാല ബൾബും സ്റ്റാറും പുൽക്കൂടും സംഭവങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പുറത്തുണ്ടായിരുന്ന ചെടിയിലൊക്കെ മാല ബൾബ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത്രയും നല്ല നല്ല കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളിതാ ഇനി പാതിരാ കുർബാനയ്ക്ക് പോകാൻ വേണ്ടി റെഡി ആവുകയാണ്. പിള്ളേരൊന്നും ഉറങ്ങിയൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഓണേൻ്റെ മുന്നേ കുറച്ച് നേരം ഉറങ്ങാൻ പറഞ്ഞിട്ട് ആരും കൂട്ടാക്കിയില്ല. അപ്പോൾ അതാ കുഞ്ഞാറ്റയുടെ ഒരു ഡ്രസ്സ് ഇതാണ്, ഒരു വെള്ളയും ചുവപ്പും എങ്ങനെയൊക്കെ ഒപ്പിച്ചു. പുതിയ ഡ്രസ്സൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാണ് അവളുടെ ഡ്രസ്സ്. ചേച്ചി ഒരു സൈഡിൽ അവരെ റെഡിയാക്കുന്നുണ്ട്, ഞാനൊരു സൈഡിൽ മറ്റവർ റെഡിയാക്കുന്നുണ്ട്. ആകെ ബഹളമായിരുന്നു. അപ്പോൾ ഇതാ അവളുടെ മുടികെട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇതാണ് എൻ്റെ ഒരു ഡ്രസ്സ് കേട്ടോ, ക്രിസ്മസിൻ്റെ. അപ്പോൾ ഞാനീ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് മുടി കെട്ടുക എന്നാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം എവിടെ പോകുമ്പോൾ കെട്ടിയാലും ഒന്നും ശരിയാവില്ല. പിന്നെ നമ്മൾ നോർമലി കെട്ടുന്ന രീതിയിലേക്ക് തന്നെ ഏറ്റവും ലാസ്റ്റ് എത്തും. അപ്പം ഞാൻ മുടി കെട്ടുന്നത് ലച്ചുവിനെ കൊണ്ടൊന്ന് വീഡിയോ എടുപ്പിച്ചാണ്, എന്നെയും കൂടി ഒന്ന് കാണിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഇതാണ് ഡ്രസ്സ് കേട്ടോ. ആ ഡ്രസ്സ് എല്ലാവർക്കും ഇഷ്ടമായോ എന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഞാനൊക്കെ ഡ്രസ്സ് മാറി താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ അമ്മ ഡ്രസ്സൊക്കെ മാറിയിട്ട് ഒരു ഉറക്കം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അമ്മ കിടക്കുന്നുണ്ട്. പപ്പ ദാ ഞാൻ കുറച്ച് നേരം കൂടി ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ടി വി കാണാൻ വേണ്ടി ഇരിക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പള്ളിയിൽ പോകുന്നതിന് മുന്നേ കേക്ക് മുറിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ കേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു, ക്രീം കേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പള്ളിയിൽ നിന്ന് ഒരു പയ്യന്മാരിങ്ങനെ വിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഓർഡർ ചെയ്തിട്ട് കൊണ്ടുവന്നതാണ്. അപ്പോൾ ദാ ലച്ചുവിൻ്റെ ഡ്രസ്സൊക്കെ അതാണ്. കുഞ്ഞു സാധാ ഒരു ജീൻസും ടോപ്പുമാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇതാണ് കേക്ക്. കേക്ക് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല കേട്ടോ. നല്ല അടിപൊളി കേക്കായിരുന്നു. നമ്മുടെ കേക്ക് ബോക്സ് ഹോസ്പിറ്റൽ റോഡിൻ്റെ അവിടെ ഉള്ളത് കുറേ പേർക്കൊക്കെ അറിയായിരിക്കും. അവിടെ നിന്നാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. എന്നുവെച്ചാൽ പള്ളിയിൽ നിന്ന് ഓർഡർ കൊടുത്തിട്ട് അവർ അവിടെ നിന്നാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതെല്ലാവരും റെഡി ആയിട്ടുണ്ട്. ചേട്ടനും ജോക്കുട്ടനും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഞാനും ജോക്കുട്ടനും നല്ല മാച്ചായിരുന്നു കേട്ടോ, പാൻറ്റും ഷർട്ടും. അപ്പോൾ എല്ലാവരും ഡ്രസ്സൊക്കെ മാറി താഴേക്ക് വന്നിട്ടുണ്ട്. ഇനി ഞങ്ങൾ കേക്ക് മുറിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ വൈറ്റ് ഫോറസ്റ്റ് ആയിരുന്നു എന്ന് തോന്നുന്നു. എനിക്ക് കേക്കിൻ്റെ ഫ്ലേവറും കാര്യങ്ങളൊന്നും അറിയാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ജോക്കുട്ടിനെ കൊണ്ടാണ് ഞങ്ങൾ കേക്ക് മുറിപ്പിച്ചത്. അവൻ്റെ ഫസ്റ്റ് ക്രിസ്മസ് ആയിരുന്നല്ലോ. അപ്പോൾ അവനെ കൊണ്ട് കേക്കൊക്കെ മുറിപ്പിച്ചു. എല്ലാവരും കുറേശ്ശെ ക്രീമൊക്കെ എടുത്തിട്ട് അവൻ്റെ വായിൽ വെച്ചിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. ഇവരെല്ലാവരും പാട്ടൊക്കെ പായിട്ട് കൈയടിക്കുന്നത്. അപ്പോൾ കൈയടിക്കുന്നത് കണ്ടപ്പോൾ അവൻ എന്താ സംഭവം എന്നറിയാതെ ഇങ്ങനെ അന്താളിച്ച് നോക്കുമായിരുന്നു കേട്ടോ. കണ്ടോ, എൻ്റെ ഫോണിൽ ഫ്ലാഷ് ലൈറ്റ് അടിക്കുന്നുണ്ട്, അതാണ് എന്നെ ഇങ്ങനെ നോക്കിയത്. അപ്പോൾ അതാ ജോക്കുട്ടത് പിന്നെയും തലയിട്ട് നോക്കുക, അത് കഴിഞ്ഞില്ലേ, കുറച്ചുകൂടി കിട്ടുമോ എന്നുള്ള ലെവലിൽ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഓരോ ചെറിയ കഷ്ണം മുറിച്ചിട്ട് പപ്പ എല്ലാവരുടെ വായിലും വെച്ച് കൊടുക്കുന്നുണ്ട്. കുഞ്ഞിന് വെച്ച് കൊടുത്തു, അമ്മയ്ക്ക് വെച്ച് കൊടുത്തു. അപ്പോൾ എല്ലാവരും കുറേശ്ശെ തിന്നണമെന്നുള്ളൂ, കാരണം പള്ളിയിൽ പോവുകയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ വായിൽ വെച്ച് കൊടുക്കാൻ തന്നു. ഞാൻ ക്യാമറ തിരിച്ചപ്പോൾ അത് വേറെ ഏതോ വഴിക്ക് പോയി, എന്നെ കിട്ടിയില്ല അതിൽ. എന്നാലും ഞാൻ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വായിൽ വെച്ച് തന്നു. അത് കഴിഞ്ഞിട്ട് ചേച്ചിക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെ അതൊരു പ്രത്യേക ഫീലല്ലേ പപ്പ എല്ലാവർക്കും വെച്ച് തരുമ്പോൾ, കാരണം അവിടുത്തെ കാരണവരാണല്ലോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരുടെ വായിലും വെച്ച് തരുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ചേച്ചിയുടെ വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഏട്ടൻ്റെ വൈഫാണത്, സാന്ദ്ര എന്നാണ് പേര് കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ പിന്നെ അമ്മയ്ക്കൊരാഗ്രഹം പപ്പയുടെ വായിൽ വെച്ച് കൊടുക്കണമെന്ന്. അപ്പോൾ പപ്പയുടെ വായിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് കേക്ക് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. ഇറങ്ങാൻ നിൽക്കണേറ്റ് മുന്നേ നമ്മൾ പുൽക്കൂട്ടിൽ ഉണ്ണീശനെ കമത്തി വെച്ചേക്കായിരുന്നു. അതിനെ നിവർത്തി വെച്ചിട്ടുണ്ട്, കാരണം പുൽക്കൂട്ടിൽ ഇപ്പോൾ ഇറക്കണമല്ലോ. അപ്പോൾ നമ്മൾ പള്ളിയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ ആരും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പള്ളിയിൽ പോകണേറ്റ് മുന്നേ തന്നെ മലർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. ഇരുട്ടായതുകൊണ്ട് കാണിക്കാൻ പറ്റിയുള്ളൂ. 11 മണി അങ്ങോട്ട് ആയിട്ടുണ്ട് ഇറങ്ങുമ്പോൾ. അത് കഴിഞ്ഞിട്ട് ഇവർ കുറച്ച് നടന്നുള്ളൂ. അപ്പോഴേക്കും പിന്നെ ഏട്ടൻ വണ്ടിയുമ്പോൾ വന്നിട്ട് പിള്ളേഴ്സിനൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. കുറേ പേരെ കാണിക്കാൻ പറ്റിയില്ല കേട്ടോ, ഇരുട്ടല്ലേ. അതുകൊണ്ട് അപ്പോൾ നമ്മൾ പള്ളിയിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ മുഴുവൻ കുർബാന കാണാൻ പറ്റി, തുടക്കം തൊട്ടേ കാണാൻ പറ്റിയിട്ടാണ്. നമ്മൾ പ്രദക്ഷിണത്തിന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ പടക്കം വെടിയും ആകെ പുകയൊക്കെ ആയിരുന്നു.
അപ്പോൾ പിള്ളേർക്ക് കാണാൻ വേണ്ടി ഞാൻ കുറച്ച് നേരം അവിടെ നിന്നു. പിന്നെ കുറേ പേര് പൂത്തിരി, ലാത്തിരി, കമ്പിത്തിരി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കത്തിക്കുന്നുണ്ടായിരുന്നു, കുറേ ആൺപിള്ളേരൊക്കെ ചേർന്നിട്ട്. അപ്പോൾ കുഞ്ഞൻ കുറേ കരയൊക്കെ ചെയ്തു, നമുക്ക് അവിടെ പോയി കത്തിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ ആ വഴിക്കൊന്നും പോയില്ല. അത് കണ്ടിട്ട് നേരെ പള്ളിയുടെ അകത്ത് കയറി കുർബാനയൊക്കെ കഴിഞ്ഞ് ഉണ്ണീശോനെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും പോയിട്ട് മുത്താൻ വേണ്ടി പോയി. അപ്പോൾ കുഞ്ഞാറ്റ മുത്തിയിട്ട് ഏതോ വഴിക്ക് പോയി എന്ന് തോന്നുന്നു. ഞാൻ അവളെ കണ്ടുതന്നെയില്ല, അമ്മയുടെ കൂടെ പോയി എന്ന് തോന്നുന്നുണ്ട്. കുഞ്ഞെൻ്റെ അടുത്തുണ്ടായിരുന്നു. കുഞ്ഞനെ എന്നിട്ട് കൈ നീട്ടി പിടിച്ചിട്ട് ഞാൻ മുത്തിച്ചു. കുഞ്ഞനും ചേച്ചിയുടെ മോനും നല്ല ഉറക്കമായിരുന്നു കേട്ടോ പള്ളിയിൽ കിടന്നിട്ട്. വേറെ ആരും ഉറങ്ങിയൊന്നുമില്ല. ഉറക്കം വന്നിട്ട് കണ്ണൊക്കെ തന്നെ ചോന്നിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ പുൽക്കൂട് കാണാൻ വേണ്ടി കയറി. പുൽക്കൂട് കാണാൻ വേണ്ടി നല്ല തിരക്കായിരുന്നു. എല്ലാവരും ഇത് കഴിഞ്ഞിട്ടാണല്ലോ പോവുക. അപ്പോൾ അതുകൊണ്ട് കുറേ നേരം വരിയിലൊക്കെ നിന്നിട്ട് പുൽക്കൂട് കണ്ടു. അപ്പോൾ ലൈറ്റ് ഓഫ് ആക്കിയിട്ട്, ഫ്ലാഷ് ലൈറ്റ് ഓഫ് ആക്കിയിട്ടുള്ള ആ ഒരു ലുക്കാണ് കേട്ടോ കാണുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇത്. നല്ല ഭംഗിയുണ്ടായിരുന്നു. ആ ട്യൂബ് ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ ആ തൂങ്ങി കിടക്കുന്ന സംഭവങ്ങളൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ അകത്തേക്ക് എത്തി. നോർമലായിട്ട് എടുത്തപ്പോൾ ഒന്നും കാണാണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെയും ഞാൻ ഫ്ലാഷ് ലൈറ്റ് അടിച്ചു കേട്ടോ. അപ്പോൾ എന്തോ കറങ്ങുന്ന സാധനമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ പൊതുവെ ഉണ്ടാക്കുന്നതിൻ്റെ അത്ര അങ്ങോട്ട് രസമായിട്ട് എനിക്ക് തോന്നിയില്ല. എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് കേട്ടോ, അത് കുറ്റമായിട്ട് പറയല്ല. ഉണ്ടാക്കിയത് നല്ല അടിപൊളിയായിട്ടുണ്ട്, നല്ല ഭംഗിയിലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു രൂപം വെച്ചിട്ട് അതിങ്ങനെ കിടന്ന് കറങ്ങുന്നുണ്ട്. അതുപോലെ ആ കാണുന്ന പച്ച പെട്ടി ഇങ്ങനെ തുറക്കുക അടയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അതൊക്കെ നല്ലൊരു ക്രിയേറ്റീവായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊന്നും നന്നായിട്ടുണ്ട് എന്തായാലും. അപ്പോൾ അങ്ങനെ കുറേ മല, കുന്ന് അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു സംഭവം എന്തിനാണ് വെച്ചിട്ടുള്ളതെന്ന് എനിക്ക് മനസ്സിലായില്ല. കാരണം ഒരു ബോൾ ഇങ്ങനെ കിടന്ന് തിരിയുന്നുണ്ട്. സാധാരണ നമ്മൾ വീട്ടിലൊക്കെ വാങ്ങിക്കുന്ന പോലത്തെ ഒരു പാവക്കുട്ടീനെ അവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ ഈ ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാർഡ്ബോർഡ് പെട്ടി കൊണ്ടാണെന്ന് തോന്നുന്നു, അറിയില്ല. അതിന് തെർമോക്കോളാണെന്ന് അറിയില്ല. അപ്പോൾ ഒരു ചങ്ങല ഇങ്ങനെ നീങ്ങി പോകുന്നുണ്ട്. അതിൽ 2 രൂപങ്ങൾ ഇങ്ങനെ അതിൻ്റെ കൂടെ ഇങ്ങനെ നീങ്ങി പോകുന്നുണ്ട്. അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പം അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പുറത്തേക്ക് കടന്നപ്പോൾ ഒരു മഞ്ഞിൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പഞ്ഞിയും സംഭവങ്ങളൊക്കെ വെച്ചിട്ട് നന്നായിട്ടുണ്ട്. പുല്ലൊക്കെ മറ്റേ തെനയുടെ പുല്ലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ മുളപ്പിച്ചിട്ട് ഭംഗിയുണ്ട് കാണാനായിട്ട്. പക്ഷെ അധികം നേരം നിന്ന് ഇങ്ങനെ ആസ്വദിച്ച് കാണാൻ പറ്റിയില്ല. കാരണം അപ്പോഴേക്കും പിന്നീന്ന് ആൾക്കാരിങ്ങനെ നടക്ക് എന്ന് പറഞ്ഞിട്ട് തള്ളി വിട്ടുകൊണ്ട്. അപ്പോൾ മുഴുവൻ നല്ല ഭംഗിയിൽ ഇങ്ങനെ ആസ്വദിക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാനേ പറ്റുള്ളൂ. എന്നിട്ട് വീട്ടിൽ വന്നിട്ടാണ് ഞാൻ വീഡിയോയിൽ നോക്കിയിട്ടാണ് ഒക്കെ നല്ല ഭംഗിയിൽ കണ്ടത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉണ്ണീഷനെ നോക്കി. ഉണ്ണീഷനെ കെടുത്തിയിട്ടുള്ള സ്ഥലം അതിമനോഹരമായിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഫുള്ള് വെള്ള കളർ, നല്ല ഭംഗി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അകലും നോക്കുമ്പോഴൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ പുറത്തിറങ്ങിയപ്പോൾ CLCക്കാരുടെ മാലബൾബും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കുറേ തൂക്കിയിട്ടുണ്ട്. അതിലിങ്ങനെ CLCന്ന് എഴുതിയിട്ട് കേട്ടോ. അത് കാരണം മനസ്സിലായത് CLCയുടെയാണ്. അത് കണ്ട് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ അപ്പുറത്ത് 2 സൈഡിലും ട്രീകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. യൂണിറ്റുകാരുടെ ട്രീയുടെ മത്സരങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇത് ലാസ്റ്റ് കാണുന്ന പച്ചയാണ് കേട്ടോ ഞങ്ങളുടെ യൂണിറ്റിൻ്റെ. ഞാനൊക്കെ ഉണ്ടാക്കാൻ പോയിട്ടുണ്ടായിരുന്നു കുറച്ച് നേരം. അത് ഞങ്ങൾ കഴിഞ്ഞിട്ട് ഇറങ്ങി പിന്നെ നടന്നാണ് പോയത്. അപ്പോൾ അത്രയേ ഉള്ളൂ. അതിൻ്റെ ഫോട്ടോ പ്രഹസനങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.